നമസ്കാരം. കാർ എന്ന സ്വപ്നവും പേര് നടക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പലർക്കും അതിന് സാധിക്കാറില്ല. സെക്കൻഡ് ഹാൻഡ് വാങ്ങണോ അതോ പുതിയത് വാങ്ങണോ എന്നൊക്കെയായിരിക്കും പുതിയ കാറുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുന്നവരിലാരെയും സംശയം തന്നെ. പുത്തൻ വാങ്ങിയാൽ പിന്നെ വേറെ ടെൻഷൻ വേണ്ട എന്നുള്ള ചിന്താഗതിയുള്ളവരാണ് ഇവിടെ ഉള്ളത്. ഏത് കാർ വാങ്ങണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ്. പക്ഷെ ഉപയോഗത്തിന് അനുസരിച്ച് ഏറ്റവും മികച്ചത് എന്താണെന്ന് തിരഞ്ഞെടുക്കേണ്ടതായുണ്ട്. കാർ വാങ്ങുന്നയാളുടെ ബജറ്റ്, വീട്ടിലെ ഉപയോഗം, അംഗങ്ങളുടെ എണ്ണം, ഡ്രൈവിംഗ് ശീലം തുടങ്ങി നിരവധി ഘടകങ്ങളെ പരിഹരിക്കേണ്ടി വരും. ഇതിൽ ബജറ്റ് താളം തെറ്റുമോ എന്ന ആശങ്കയും പലർക്കും ഉണ്ടാകും. 30,000 രൂപ പ്രതിമാസ ശമ്പളമുള്ള ആളാണ് നിങ്ങളെങ്കിൽ വാങ്ങാൻ പറ്റിയ ചില നല്ല കാറുകളെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. 6 ലക്ഷത്തിൽ താഴെ വിലയുള്ള മോഡൽ തിരഞ്ഞെടുക്കുന്നതാവും ഈ ഒരു ശമ്പളമുള്ളവർക്ക് അനുയോജ്യം. 30,000 രൂപ വരുമാനമുള്ള ആളുകൾക്ക് ഉയർന്ന ചെലവുകളോ EMI-യുടെ വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ ഇവറ്റകളെ പോറ്റാം എന്നതാണ് ഈ ഒരു ലൈനായിട്ടുള്ളത്. വാഹനം വാങ്ങാൻ നിർദ്ദേശിക്കുന്നതിന് പ്രധാന കാരണം സ്മാർട്ട് ബജറ്റിലൂടെ കാർ സ്വന്തമാക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നത്. 6 ലക്ഷം ബജറ്റിൽ വാഹനം വാങ്ങിയാൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാവുന്നതുമാണ് ഉചിതം. അങ്ങനെയാണ് EMI കേക്കായി 6,000 മുതൽ 8,500 രൂപ വരെ മാറ്റിവെച്ചാൽ മതിയാകും. ഇത് ഓരോ ബാങ്കിന്റെയും പരിശീലന നിരക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മാറ്റം വരിക. കൂടാതെ ഒരു CNG ബൈഫ്യൂൽ വേരിയന്റ് തിരഞ്ഞെടുത്താൽ ഇന്ധന ചെലവും തന്നെ കുറയുന്നതാകും. പോക്കറ്റ് കീറാതെ കൊണ്ടു നടക്കാനും വിശ്വസിച്ച ഏതറ്റം വരെ ഉപയോഗിക്കാവുന്നതുമായ 6 ലക്ഷം ബജറ്റിൽ വാങ്ങാനാകുന്ന വാഹനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യം തന്നെയുള്ളത് മാരുതി ആൾട്ടോ K10 ആണ്. പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ടാത്ത ഇന്ത്യയിലെ മിടുക്കൻ കാറായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. മാരുതിയുടെ കുഞ്ഞൻ ഹാഷ്ബാക്ക് ലിറ്ററിന് 24 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നതിനാൽ തന്നെ 5 ലക്ഷം രൂപ ബജറ്റിൽ കണ്ണും പൂട്ടി വാങ്ങാം. കുറഞ്ഞ മെയിൻ്റനൻസിനുള്ളതിനാൽ തന്നെ അക്കാര്യം കീറാതെ ഓൾട്ടോ സൂക്ഷിച്ചോളും. അതുപോലെ തന്നെ റെനോ ക്വിഡ് ആണ് ഈ ലിസ്റ്റില് രണ്ടാമതായിട്ടുള്ളത്. ഇതേ ബജറ്റിൽ സ്വന്തമാക്കാനായൊരു നല്ല കാറാണിത്. സ്റ്റൈലിഷ് ഡിസൈനും ഡ്യുവൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും പോലുള്ള സജ്ജീകരണങ്ങളുമായി വരുന്ന ക്വിഡിന് 5,20,000 രൂപയോളമാണ് വില വരുന്നത്. 22 മുതൽ 24 കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്ന റെനോയുടെ ഇത്തിരി കുഞ്ഞൻ സിറ്റി ഉപയോഗത്തിനും ചെറിയ കുടുംബത്തിനും തികച്ചും അനുയോജ്യമാണ് ഒരു വാഹനം. മാരുതി എക്സ്പ്രസോ 5,30,000 രൂപ മുതൽ വില ആരംഭിക്കുന്ന മാരുതി സുസുക്കി എക്സ്പ്രസോ ലിറ്ററിന് 24 മുതൽ 26 കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന്റെ മിനി SUV രൂപവും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ചെറിയ യാത്രകൾക്കെല്ലാം അനുയോജ്യമാകുന്ന കാര്യമാണ്. ഇതിലും മൈലേജ് വേണമെന്നുള്ളവർക്ക് കാറിന്റെ CNG വേരിയന്റും തിരഞ്ഞെടുക്കാനാകും. ഇനി ഈ ലിസ്റ്റിലെ മറ്റൊരു സുപ്രധാനമായ ഒരു പേര് പറയാതിരിക്കാനാകില്ല, ടാറ്റയുള്ളത്. ടാറ്റ ടിയാഗോ 6 ലക്ഷം ബജറ്റിൽ സേഫ്റ്റിയുള്ള കാറാണ് നോക്കുന്നതെങ്കിൽ മറ്റൊരു സംശയമോ ആശങ്കകളോ കൂടാതെ ടിയാഗോ വാങ്ങിക്കാം. 5,60,000 രൂപ മുതൽ വില വന്നിക്കുന്ന ഹാഷ്ബാക്കിനും 20 മുതൽ 23 കിലോമീറ്റർ മൈലേജ് നൽകാനാകും. അതുപോലെ തന്നെ ഗ്ലോബൽ NCP ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സിന്റെ എൻട്രി ലെവൽ വാഹനം 30,000 രൂപ ശമ്പളമുള്ള വ്യക്തിക്ക് സുഖമായി വാങ്ങാൻ കഴിയുന്നതാണ്. എന്തായാലും ഇന്ന് കേരളത്തിലുള്ള ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും ശമ്പളം ഒരുപക്ഷെ 30,000 അതിൽ താഴെയോ ആയിരിക്കും. ഈ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരുപാട് വെല്ലുവിളികളാണ് മുന്നിൽ കിടക്കുന്നത്. EMI ഫെസിലിറ്റികൾ, ട്രാഫിക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഡൗൺ പേയ്മെന്റായി 30,000 കൊടുത്ത് നിങ്ങൾക്ക് വലിയ അടവുകളൊന്നും ഇല്ലാതെ വലിയ ലാഭത്തിൽ കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ വാഹന ലോകത്തേക്ക് സാധാരണക്കാരും പണക്കാരനും പാവപ്പെട്ടവരും എല്ലാം തന്നെ ഒരുമിച്ച് വന്നു കയറുകയാണ്.